ഹലോ വെൽക്കം ബാക്ക്, ദിസ് ഈസ് പിസ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വ്ളോഗ് എന്ന് പറയുന്നത് നമ്മൾ റംലാനൊക്കെ വരല്ലേ, അപ്പോൾ ഒരു ഡീപ്പ് ക്ലീനിങ് ഉണ്ട്. അപ്പോൾ അതിൽ കംപ്ലീറ്റ് ഒന്നും ഞാൻ കാണിച്ചിട്ടില്ല, പകുതി ഡീപ്പ് ക്ലീനിങ് കഴിഞ്ഞിട്ടോ. അപ്പോൾ ഇതിപ്പോൾ അടുക്കളേൻ്റെ ഡീപ്പ് ക്ലീനിങ് ആണ്. അപ്പം ഞാൻ കുറച്ചൊക്കെ ഭാഗം ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം ഇതെൻ്റെ ടെഡി ബിയറാണ്. അപ്പോൾ അതും ആകെ പൊടിയൊക്കെ പിടിച്ച് ചളിയായിട്ടുണ്ട്. അപ്പം ഞാനത് വാഷിംഗ് മെഷീനിൽ വാഷ് ചെയ്യാനിടായിരുന്നു. അപ്പോൾ എനിക്കൊരു പേടിയുണ്ട് അതിൻ്റെ കണ്ണും കാര്യങ്ങളൊക്കെ ഇളകുമെന്ന്. അപ്പോൾ എന്തായാലും നിങ്ങളൊക്കെ ഇടുമ്പോൾ സൂക്ഷിക്കുക, കണ്ണ് കാര്യങ്ങളൊക്കെ ഇളകി വരും കേട്ടോ. അപ്പോൾ എനിക്ക് അനുഭവം ഉണ്ടായിരുന്നു. പിന്നെ ഞാനത് ഫിറ്റ് ചെയ്ത് വെച്ചു, പക്ഷേ നല്ല ക്ലീനായിട്ട് കിട്ടുന്നുണ്ട്. അങ്ങനെ പാത്രങ്ങളും കാര്യങ്ങളൊക്കെ കഴുകിയെടുക്കാനുണ്ട്. ഞാനും ഉമ്മേനെ ഹെൽപ്പൊക്കെ ചെയ്യുന്നുണ്ട്. പിന്നെ അവിടെയൊക്കെ ഒന്ന് കഴുകിയെടുക്കണം. അപ്പം അങ്ങനെ ചെറിയ ചെറിയ പണിയാണ്. ഇവിടെയാണ് നമ്മൾ നോക്കാൻ വെക്കല് പാത്രങ്ങളൊക്കെ ഒത്തിരി ഉണ്ടായിരുന്നു കേട്ടോ, അത്ര ഒന്നും ഇല്ലെങ്കിൽ. അപ്പോൾ കുറേയൊക്കെ ഉണ്ടായപ്പോൾ നമ്മൾ മുകളിലാക്കി വെച്ചിട്ടാണ് ഉണക്കിയത്. നമ്മൾ പാത്രങ്ങളൊക്കെ കഴുകി കഴിഞ്ഞതിന് ശേഷം പിന്നെയാണ് അടുക്കളൊക്കെ കഴുകാനൊക്കെ നിന്നത്. അങ്ങനെ കുറേ ഏകദേശം പണിയൊക്കെ തീരുമ്പോഴത്തേനും ഒരു 4 മണി ആ ഒരു ടൈം ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ പിന്നെ പണിയൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ 4 മണിയെന്ന് ഞാൻ പറഞ്ഞല്ലോ, അതൊക്കെ കഴിഞ്ഞ് ഫുഡൊക്കെ കഴിച്ചത് ആ ടൈമിലാട്ടോ. അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ നേരെ ഹോസ്പിറ്റലിലേക്ക് പോയിരുന്നു. അപ്പോൾ ഉമ്മാൻ്റെ വല്യമ്മ ഹോസ്പിറ്റലിലായിരുന്നു. അപ്പോൾ ഉമ്മാൻ്റെ വല്യമ്മ പറയുമ്പോൾ എൻ്റെ ആമിൽമ എന്ന് ഞങ്ങൾ വിളിക്കുക കേട്ടോ. അപ്പം ഞങ്ങൾ വല്യമ്മനെ കാണാൻ വേണ്ടി പോവാണ്. അപ്പോൾ കാലിൻ്റെ നീര് കെട്ടിയിട്ട് ഹോസ്പിറ്റലിലാക്കിയിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് രാവിലെ ആയിരുന്നു കേട്ടോ അഡ്മിറ്റ് ആയിട്ടുണ്ടായിരുന്നു. ഒരു കാണിക്കാൻ വേണ്ടി പോയപ്പം അഡ്മിറ്റ് ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ അഡ്മിറ്റ് ആക്കിയിരുന്നു. അപ്പോൾ കോഴിക്കോട് ബീച്ച് ഹോസ്പിറ്റലിലായിരുന്നു അഡ്മിറ്റ് ആക്കിയത്. അപ്പം നമ്മൾ അങ്ങോട്ട് പോവാണ്. അന്ന് രാവിലെ ഈ പണിയൊക്കെ ഉള്ളതുകൊണ്ടാണ് നമ്മൾ പോവാഞ്ഞത്. അപ്പം നമ്മളവിടെ എത്തി. അപ്പം ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുകയാണ്. അങ്ങനെ പിന്നെ പോണ വഴിക്ക് ഞങ്ങൾക്ക് വീട്ടിൽ കുറേ സാധനമൊക്കെ വാങ്ങാണ്ടായിരുന്നു. അങ്ങനെ വലിയങ്ങാടിയിലൊക്കെ കയറി സാധനമൊക്കെ വാങ്ങി. അങ്ങനെ ഇതിപ്പോൾ ഉള്ളത് സ്മാർട്ട് പോയിൻ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഫറോക്ക് സൂപ്പർ മാർക്കറ്റിലാണ്. നമ്മൾ പോണ വഴിക്ക് അവിടെ നിന്ന് കയറിയിരുന്നു. അപ്പോൾ ഫ്രൂട്ട്സ് വാങ്ങാണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഞങ്ങളൊന്ന് ജസ്റ്റ് കയറി കാണാമല്ലോ ഈ ലെവലിൽ ഇങ്ങനെ കയറിയതാണ്. ഞാനായതുകൊണ്ട് കയറി എന്തെങ്കിലും എടുക്കാണ്ട് വിടില്ല. അപ്പം ഞാൻ അങ്ങനെ ജ്യൂസും അങ്ങനെ ചോക്ലേറ്റ്സിൻ്റെ ഒക്കെ റേറ്റൊക്കെ അങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ജസ്റ്റ് ഞാൻ അതുവരെ കണ്ടില്ല. അപ്പം ഒന്ന് കയറി കണ്ടോക്കിക്കോളി എന്ന് പറഞ്ഞപ്പോൾ പിന്നെ ഞാനും ഇങ്ങനെ പാലക്കായി സെറ്റ് പാരൻ്റെ സെറ്റ് അടിക്കുന്നു. ആ മൂവല്ലേ അതവിടെ, എന്നിട്ട് ഇവിടെ നിന്നൊന്നും അറിയില്ല. രസമുണ്ട്. എന്ത്
ഫാമിലി പാക്ക് മാഗി. ഫാമിലി പാക്ക് മാഗി. അങ്ങനെ പിന്നെ കുറച്ച് ചോക്ലേറ്റ്സ് കഴിഞ്ഞിട്ട് അവിടെ നിന്ന് ഇറങ്ങിയിട്ടോ. പിന്നെ ഞാൻ കുറേ ആയിട്ട് കഴിക്കണം വിചാരിച്ചിരിക്കുകയാണ് പാനിപൂരി കേട്ടോ. പോണ വഴിക്കൽ കണ്ടാൽ എന്തായാലും കഴിക്കാമെന്ന് വിചാരിക്കുകയാണ്. അപ്പം അവിടെ നിന്നു. അപ്പം കുറേ കാലത്തിന് ശേഷമാണ് കഴിക്കണത്. നല്ല ടേസ്റ്റ് തന്നെയായിരുന്നു കേട്ടോ. പ്ലേറ്റ് കാണുമ്പോൾ